മാർച്ച് മാസവും ഫെബ്രുവരി മാസവും അടക്കമുള്ള ജനുവരി ഫെബ്രുവരി മാസത്തിലെ ക്വാർട്ടറിൽ സാധാരണഗതി നമ്മുടെ കണക്കനുസരിച്ച് കിട്ടേണ്ട തുകയാണത്. ആ തുക ഉണ്ടെങ്കിലും നമുക്ക് ഷോർട്ടേജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു വലിയ പുതിയൊരു തുക കിട്ടിയതല്ല, ഈ വർഷം കിട്ടേണ്ട തുകയാണ്. ആ തുക കിട്ടുന്നതിന് ഉള്ള തടസ്സം നീങ്ങി എന്നുള്ളതാണ് ഒരു കാര്യം. ബാക്കി കാര്യങ്ങളെല്ലാം കോടതി പരിശോധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഒരു പ്രതികരണമായിട്ട് പറയാനുള്ളൂ. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആശ്വാസം നൽകുന്ന നടപടിയാണ് ഇന്ന് പരമോന്നത നീതിപീഠത്തിൽ നിന്നും ഉണ്ടായത്. 13,608 കോടിയുടെ കടമെടുപ്പിന് സുപ്രീം കോടതി അനുമതി നൽകിയിരിക്കുകയാണ്. കേരളത്തോട് കേന്ദ്ര സർക്കാർ പുലർത്തുന്ന സമീപനങ്ങൾ വളരെ കൃത്യമായി സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ട ദിവസമാണിന്ന്. കേസ് പിൻവലിച്ചാൽ പണം നൽകാമെന്ന കേന്ദ്രത്തിന്റെ നിലപാടിനെ അതിരൂക്ഷമായാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ഇങ്ങനെ സുപ്രീം കോടതി ഇതിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ അടിമ ഉടമ ബന്ധം ജനാധിപത്യക്രമത്തിൽ വേണ്ടെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഉണ്ടാകുന്നത്. ഇത് BJPക്കും കേന്ദ്ര സർക്കാരിനും മാത്രമുള്ള തിരിച്ചടിയല്ല. ഈ സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലാൻ ഇറങ്ങിത്തിരിച്ചവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രതിപക്ഷത്തിനു കൂടിയുള്ള മുന്നറിയിപ്പാണ്. യഥാർത്ഥത്തിൽ കേരളം മുന്നോട്ട് വെച്ച കാര്യങ്ങൾ സുപ്രീം കോടതി അംഗീകരിച്ചുവെന്ന് മാത്രമല്ല, മറ്റ് BJP ഇതര സംസ്ഥാനങ്ങൾക്ക് പോരാട്ടത്തിനുള്ള ഊർജം നൽകുക കൂടിയാണ് ചെയ്യുന്നത്. ന്യൂസ് ആൻഡ് വ്യൂസ് ഈ വിഷയം പരിശോധിക്കുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് CPIM പ്രതിനിധി M. പ്രകാശൻ മാസ്റ്റർ, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി K. ബേബി, BJP പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസ്, ബിസിനസ് മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് ജോസഫ്. ആദ്യം BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് P. കൃഷ്ണദാസിലേക്കാണ്. ശ്രീ കൃഷ്ണദാസ്, നിങ്ങൾ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വാദം കേരളത്തിന് ഇനി ഒന്നും ലഭിക്കാനില്ല, എല്ലാം കേന്ദ്രം തന്നുകഴിഞ്ഞു. അതായത് ഇന്ന് സുപ്രീം കോടതി ഇടപെട്ട് 13,600 കോടി രൂപയുടെ വായ്പയെടുക്കാൻ കേരളത്തിന് അനുമതി നൽകിയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒന്നും തരാനില്ല എങ്കിൽ, അത്തരത്തിൽ അനുമതികൾ ആവശ്യമില്ല എങ്കിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു നീക്കം കേരളത്തിന് അനുകൂലമായി ഉണ്ടാകുമായിരുന്നു. നീലിമ, ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത്, നീലിമ സൂചിപ്പിക്കുന്നത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിന് കടമെടുക്കാനുള്ള പരിധി ഉയർത്തപ്പെട്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ വസ്തുത എന്നുള്ളത് സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളും കഴിഞ്ഞ തവണ കേസ് കേട്ടതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിൻ്റെ പ്രതിനിധികളും കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളും തമ്മിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ കേസ് കൊടുത്തിട്ടുള്ള അഭിഭാഷകൻ കോടതിയിൽ അതൊരു ധാരണയിലായി എന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ 13,608 കോടി രൂപ കടമെടുക്കാൻ അനുമതി ലഭിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിക്കുന്ന സാഹചര്യമാണ് സുപ്രീം കോടതിയിൽ ഉണ്ടായതായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ കടമെടുക്കാനുള്ള പരിധി വർദ്ധിപ്പിക്കുന്നതോ ആ പരിധി 13,608 കോടി രൂപ കടമെടുക്കാനുള്ള നിലപാട് കേരളത്തിന് അനുകൂലമായി ഉണ്ടാകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റും കേരളവും തമ്മിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്രമം കേരളത്തിന് അനുവദിച്ച് കിട്ടുക എന്നുള്ള പ്രോസസ്സാണ് നടന്നിട്ടുള്ളത്. അതാണ് കേരളത്തിൻ്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ സൂചിപ്പിച്ചത്. സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ഉത്തരവ് ഇറക്കി. കൃഷ്ണദാസ്, അങ്ങ് പറയുന്നതിൽ ചില വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയം കോടതിയുടെ പരിഗണനയിൽ വരുന്ന ആദ്യ ദിവസം തന്നെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന നിലപാട് എന്തായിരുന്നു? കേരളം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന സ്യൂട്ട് പിൻവലിച്ചാൽ ഈ 13,600 കോടി രൂപയുടെ കടമെടുക്കാൻ അനുമതി നൽകും. അത് പറ്റില്ല എന്ന സുധീരമായ നിലപാട് കേരളം സുപ്രീം കോടതിയിൽ സ്വീകരിച്ചു. നേരത്തെ പലതരത്തിലുള്ള ചർച്ചകൾ നടന്നു. പ്രധാനമന്ത്രിക്കടക്കം കത്തെഴുതുന്ന സാഹചര്യമുണ്ടായി. നേരിൽ കണ്ടു പറഞ്ഞു. നിയമസഭ 2 തവണ പ്രമേയം പാസാക്കി. എന്നിട്ടും അനങ്ങാപ്പാറ നയം സ്വീകരിച്ചപ്പോൾ ഇത് കേന്ദ്രത്തിന് തിരിച്ചടിയാകും എന്നുള്ള കൃത്യമായ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കേരളവുമായി ഒരു ഒത്തുതീർപ്പിന് തയ്യാറായത്. അങ്ങനെയെങ്കിൽ കേസ് പിൻവലിച്ചാൽ ഈ 13,600 കോടി രൂപ ഉടൻ അനുവദിക്കാമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്ന സാഹചര്യം അതാണ്. അല്ലാതെ ചർച്ചയുടെ അടിസ്ഥാനത്തിലോ കേരളത്തോടുള്ള പ്രത്യേക സ്നേഹം മുൻനിർത്തിയോ ഒന്നുമല്ല.
അങ്ങനെ നീലിമ പറയുന്നത് നീലിമക്ക് ആരെങ്കിലും നൽകിയിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഞാൻ പറഞ്ഞത് കോടതിയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ബഹുമാനപ്പെട്ട കോടതിയുടെ കഴിഞ്ഞ ഫെബ്രുവരി മാസം 12/1/2024 ശേഷം 18/1/2024 അതിനുശേഷം 13/2/2024 നടന്നിട്ടുള്ള നടപടികളുടെ അടിസ്ഥാനത്തിൽ കോടതിയിൽ കേരളത്തിൻ്റെ പ്രതിനിധികളും കേന്ദ്രത്തിൻ്റെ പ്രതിനിധികളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും തമ്മിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനതിലൊരു വാചകം വായിക്കാം. ഇറ്റ് ഈസ് സബ്മിറ്റഡ് ദാറ്റ് മിസ്റ്റർ CK ശശി അഡ്വക്കേറ്റ് ഹാസ് ഓൺ 14/3/2024 filed a statement on behalf of the plaintiff state following the decisions held between the defendant union of India and the plaintiff states, as well as he has on 5/3/2024 filed the rejoinder affidavit to reply submitted on the behalf of the defendant union of India in the application for interim injunction. അതിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ അതിൽ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പണം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ഉണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും കേന്ദ്രവും കേരളവും തമ്മിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളാണ് അവിടെ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരു സുപ്രീം കോടതിയുടെ ഉത്തരവ്, അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഉത്തരവുള്ളതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അങ്ങേക്ക് തിരുത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങ് സൂചിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ കടമെടുപ്പ് എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ കേരളത്തിന് കടമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുവാദം നൽകുന്ന സാഹചര്യത്തിലേക്ക് കേന്ദ്രം എത്തിയത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഒരു സംസ്ഥാനം എന്നുള്ള നിലക്ക് കേരളം കഴിഞ്ഞ 24 ദിവസമായി ഓവർ ഡ്രാഫ്റ്റ് നടപടിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി ഒരു 6-7 ദിവസം കൂടി മാത്രമേ കേരളത്തിന് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയൂ. നമ്മുടെ സംസ്ഥാന സർക്കാരിലെ ജീവനക്കാർക്ക് കഴിഞ്ഞ 1-ാം തീയതി കൊടുക്കേണ്ട ഇങ്ങനെ കേരളം ഓവർ ഡ്രാഫ്റ്റിലാകുന്ന ഒരു സാഹചര്യം ആരാണ് വരുത്തിവെച്ചത് എന്നത് വളരെ കൃത്യമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 140 മണ്ഡലങ്ങളിൽ ഉടനീളം മുഖ്യമന്ത്രി നടന്ന് സംസാരിച്ചത് വെറുതെയല്ല. വളരെ കൃത്യമായി കേന്ദ്രം ഈ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണനയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. അല്ല ഞാനൊന്ന് പറയട്ടെ. ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിനും ഇല്ലാത്തതുപോലെ ഈ രാജ്യത്ത് ഒരു സംസ്ഥാനവും സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് ഞങ്ങൾ കടത്തിലാണ്, ഞങ്ങൾക്കിനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല, ഈ സംസ്ഥാനത്തിന് കടമെടുക്കാൻ വീണ്ടും പരിധി വർദ്ധിപ്പിച്ചു തരണം എന്ന് പറയുന്ന സാഹചര്യം മറ്റൊരു സംസ്ഥാനവും ചെയ്തതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ കേരളം എന്ന സംസ്ഥാനത്തിന് അങ്ങനെ പ്രത്യേകമായി കൂടുതലായൊരു അവിടെയാണ് കേരളം വ്യത്യസ്തമാകുന്നത്. ഇത് സുപ്രീം കോടതിയുടെ നിരീക്ഷണമുണ്ട്. താങ്കൾ ഒരു അഭിഭാഷകനാണ്. സുപ്രീം കോടതിയുടെ നിരീക്ഷണമുണ്ട്. ഈ കേസ് സുപ്രീം കോടതി അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുന്ന ഒന്നാണ്. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിൽ ഇങ്ങനെയൊരു വാദവുമായി ഒരു സംസ്ഥാനം മുന്നോട്ട് വന്നിട്ടില്ല. ഇനി അടുത്ത സാമ്പത്തിക വർഷം കൂടുതൽ സംസ്ഥാനങ്ങൾ ഇതേ ആവശ്യം ഉന്നയിച്ച് വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായി പോകേണ്ടതുണ്ട്, നീതിന്യായ വ്യവസ്ഥിതിക്ക് അകത്ത് നിന്നുകൊണ്ട് പോകേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി അഭിപ്രായം പറഞ്ഞത് വെറുതെയല്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്ന് ആ കോടതിയിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും എല്ലാ മാധ്യമങ്ങളിലും വന്നു കഴിയുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ലൈവ് ലോ പോലെയുള്ള നിരവധി ലോ റിപ്പോർട്ടിംഗ് സംവിധാനങ്ങളിലും ഇതെല്ലാം വന്നു കഴിഞ്ഞിട്ടുണ്ട്. അവിടെ നടന്നിട്ടുള്ള ഓരോ വാചകങ്ങളും വാക്കുകളും ഓരോ ആർഗ്യുമെൻറ്റ്സും വന്നു കഴിഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റിന് വേണ്ടിയും സെൻട്രലിന് വേണ്ടിയും നടന്നിട്ടുള്ള വാദങ്ങൾ. അതിലെവിടെയെങ്കിലും കേരളത്തിന് ഈ തരത്തിൽ അങ്ങനെ ഒരു അനുമതി കൊടുത്തതായി അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അനുമതി കൊടുത്തതായി എവിടെയും പറയുന്നില്ല. 1. 2, അങ്ങ് അതെന്തുകൊണ്ടാണെന്നറിയാമോ? കേന്ദ്രം വളരെ കൃത്യമായി സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ദയവായി കേരളത്തിന് അനുവദിക്കുന്ന ഈ 13,600 കോടിയുടെ കാര്യം ഒരു ഓർഡറായി പുറത്തിറക്കരുത്. കാരണം മറ്റ് സംസ്ഥാനങ്ങളും കേരളത്തിന്റെ വഴിയേ വരും. അതുകൊണ്ട് ഇതൊരു ദയവായി ഉത്തരവായി ഇറക്കരുത് എന്ന് കേന്ദ്രം സുപ്രീം കോടതിക്ക് മുന്നിൽ അപേക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ടാണ് താങ്കൾക്ക് ആ ഉത്തരവ് കാണാൻ കഴിയാത്തത്. അങ്ങക്ക് അതിൻ്റെ ആ വശങ്ങൾ വായിച്ചിട്ട് കൃത്യമായി ആരോ പറഞ്ഞതെന്ന് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് അങ്ങനെ ഒരു നടപടിക്രമം ഞാൻ വായിച്ച ഭാഗങ്ങളിൽ കാണുന്നില്ല. അതൊന്ന്. രണ്ടാമത്തത്, കേരളത്തിൻ്റേത് ഇതൊരു ചരിത്രമാകും എന്ന് പറഞ്ഞത് കറക്റ്റാണ്. അല്ല, ഞാനൊന്ന് പറയട്ടെ, അത് കറക്റ്റാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം
കേരളം എന്ന സംസ്ഥാനം മാത്രമാണ് ഈ തരത്തിൽ ഞങ്ങൾ വലിയ കടത്തിലാണ്, ഞങ്ങൾക്ക് ഒരു ദിവസം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വലിയ കടം ഇനിയും എടുക്കേണ്ടതുണ്ട് എന്ന് കോടതിയിൽ പോയി ആവശ്യപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകേണ്ടത്. കാരണം പരിധി കടന്നു നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിനെ സംബന്ധിച്ച് കൂടുതൽ കടമെടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ പോളിസിക്ക് വിരുദ്ധമായി അല്ലെങ്കിൽ സർക്കാരിൻ്റെ RBIയുടെ എല്ലാം പോളിസികൾക്ക് വിരുദ്ധമായി വീണ്ടും കടമെടുക്കണമെന്നുണ്ടെങ്കിൽ എവിടെയാണ് സാർ പരിധി വിട്ടത് കേരളം എന്ന് പറഞ്ഞാൽ എവിടെയാണ് സാർ കേരളം പരിധി വിട്ടത്? നമുക്ക് രാജ്യത്തിന്റെ GDPയുടെ 6.4% തുക കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നുണ്ട്. ഞാനൊരു കണക്കാണ് പറയുന്നത്. 3.5% കടമെടുക്കാൻ കേരളത്തിനും അവകാശമുണ്ട്. പക്ഷേ 2.4% തുക മാത്രമേ കടമെടുക്കാൻ അനുവദിക്കുന്നുള്ളൂ. ഇതാണ് കേരളം നേരിടുന്ന പ്രശ്നം. ഒപ്പം കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത, അതുപോലെ NHAIക്ക് എടുത്ത ആ പണമെല്ലാം പൊതുകടത്തിന്റെ പരിധിയിൽ വരുന്നത് കൊണ്ടാണ് കേരളം ഇന്ന് ഈ പ്രതിസന്ധി നേരിടുന്നത്. ഇത് എത്രയോ തവണ ഉന്നയിക്കപ്പെട്ടതാണ്. വളരെ കൃത്യമായി സുപ്രീം കോടതിക്ക് അത് ബോധ്യം വന്നു. അതുകൊണ്ടാണ് വളരെ സജീവമായി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഇടപെട്ടത്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇപ്പോൾ BJPയുടെ പ്രതിനിധി പറയുന്നത് അത്തരത്തിൽ അങ്ങയിലേക്ക് വരാം. ഒരു വട്ടമേ അങ്ങയിലേക്ക് വന്നിട്ടുള്ളൂ. ഇപ്പോൾ 10 മിനിറ്റായി. 10 മിനിറ്റ് അങ്ങയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എത്താം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, BJPയുടെ പ്രതിനിധി പറയുന്നത് ഇത്തരത്തിൽ കേരളത്തിന്റെ ഒരു നേട്ടമായൊന്നും സുപ്രീം കോടതിയിൽ നടന്ന കേരളത്തിന്റെ പോരാട്ടത്തെ വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. 26,000 കോടി അടിയന്തരമായി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണല്ലോ കേരളം സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇതിൽ ഇന്ന് 3 കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ പൊതുജന സമക്ഷം വന്നിരിക്കുകയാണ്. കേരളം മുന്നോട്ട് വെച്ച വിഷയം ശരിയാണ്. കേരളത്തിന് ഹർജി നൽകാൻ ഭരണഘടനാപരമായ അവകാശമുണ്ട്. അത് വളരെ സുപ്രീം കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രത്തെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മറ്റൊരു പ്രശ്നം, 3ാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല, മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇതേപോലെ പ്രശ്നം നിലനിൽക്കുന്നുണ്ടാകാം. ഈ 3 കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് തന്നെ കേരളം വലിയ വിജയമല്ല ഇന്ന് സുപ്രീം കോടതിയിൽ കരസ്ഥമാക്കിയത്. യഥാർത്ഥത്തിൽ ഈ സുപ്രീം കോടതി വിധി കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപമാനമുണ്ടാക്കുന്ന ഒന്നാണ്. ഈ വിഷയത്തിൽ ഇത്രയും ദിവസം കേന്ദ്ര ഗവൺമെൻറ് കോടതിയിൽ വാദിച്ചത് ഈ പ്രശ്നത്തിൻ്റെ മേലെയുള്ള കേസ് പിൻവലിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചർച്ച നടത്തി വായ്പാ പരിധി വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനിക്കാമെന്നാണ്. സുപ്രീം കോടതി ഇന്ന് വിധിച്ചിരിക്കുന്നത് അങ്ങനെ ഈ കേസ് പിൻവലിക്കാതെ തന്നെ ഈ വിഷയത്തിൽ കേരളവുമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ചർച്ച ചെയ്യണം, ചർച്ച നടത്തി അതിന് മേലെ തീരുമാനമെടുക്കണം. എന്നിട്ട് ആ തീരുമാനം വന്നതിന് ശേഷം ഈ വിഷയത്തിൻ്റെ മേലെ സുപ്രീം കോടതി അന്തിമ വിധി പ്രസ്താവിക്കാം. മാത്രമല്ല സുപ്രീം കോടതി വിധിയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു. അടുത്ത സാമ്പത്തിക വർഷം എന്ന് പറഞ്ഞാൽ 2024 ഏപ്രിലിൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാകാതിരിക്കത്തക്ക നിലക്ക് അതിനു മുമ്പേ തന്നെ ഈ വിഷയത്തിൽ തീരുമാനിക്കാം. എന്താണ് കേരളം ഉന്നയിച്ച വിഷയം? നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 293 1, 2, 3, 4 ഇതിലാണ് സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പറയുന്നത്. ആ കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അല്ല കേന്ദ്ര ഗവൺമെൻറ് കാര്യങ്ങൾ നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ GST വന്നു. GST വന്നപ്പോൾ സംസ്ഥാനങ്ങളുടെ വലിയ നിലക്കുള്ള നികുതി പിരിവ് അധികാരം കേന്ദ്രം കൈയാളി. അതുപോലെ തന്നെ കോമ്പൻസേഷൻ 5 വർഷക്കാലം കൊണ്ട് നിർത്തും എന്ന് ഏകപക്ഷീയമായിട്ട് തീരുമാനമെടുത്തു. യഥാർത്ഥത്തിൽ ഈ ആർട്ടിക്കിൾ 293(3) അത് സംസ്ഥാനത്തിന് ഈ ഭരണഘടന പ്രകാരം അവകാശപ്പെട്ട നഷ്ടം പരിഹരിക്കുന്നതിനുള്ള ഇടപെടലിന് വേണ്ടിയുള്ള വകുപ്പാണ്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വാദം തന്നെ 293(3), 293(4) ഇതിലെ ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ഈ വിഷയത്തിൽ തീർപ്പുണ്ടാവണമെന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി ഒരു കാര്യം പറഞ്ഞു. ഈ വർഷം കൃത്യമായിട്ട് കിട്ടേണ്ടുന്ന വായ്പാ ബാക്കിയാണ് 13,608 കോടി. ആ 13,608 കോടി കൊടുക്കണം എന്ന നിലക്ക് കൃത്യമായ നിലക്ക് തന്നെ ഇതിനകത്ത് പറഞ്ഞു. അതേ അവസരം കേരളത്തിന് സ്യൂട്ട് പിൻവലിക്കണം എന്നുള്ള ആവശ്യം കേന്ദ്രം ഉന്നയിക്കേണ്ടതില്ല എന്ന് കൃത്യമായ നിലക്ക് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ചർച്ച നടത്തി ഈ വിഷയത്തിന് മേലെ തീരുമാനമെടുക്കുന്നത് കഴിഞ്ഞതിന് ശേഷം സുപ്രീം കോടതി കേസ് സെറ്റിൽ ചെയ്തില്ല, ഇതിൻ്റെ മേലെ തീർപ്പുണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ആവശ്യം എന്താ? സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടത് ഇവിടെ നമുക്ക് കടമടി 24,434 കോടി വായ്പാനുമതി തരണമെന്നുള്ളതാണ്. ആ വിഷയത്തിൻ്റെ മേലെ ചർച്ച നടത്തി തീരുമാനമെടുക്കണം എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. 13,608 കോടി കൃത്യമായിട്ട് തരേണ്ടതാണ്, നിഷേധിക്കാൻ പാടില്ല. കേന്ദ്ര ഗവൺമെൻറ് നിഷേധിക്കായിരുന്നല്ലോ. ഈ കേസ് പിൻവലിക്കാതെ തരില്ല എന്നായിരുന്നല്ലോ കേന്ദ്ര നിലപാട്.
അത് ശരിയല്ല, കൊടുക്കണം. എന്നാൽ കേരളം ഉന്നയിച്ച അധിക ആവശ്യം 24,434 കോടിയുടെ അധിക വായ്പാനുമതി പ്രശ്നം കേന്ദ്രവും സംസ്ഥാനവുമായിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. സുപ്രീം കോടതി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സംസ്ഥാനവും കേന്ദ്രവും ശത്രുക്കളല്ല. സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് കേന്ദ്രവും ഉത്തരവാദിത്വം. ഭരണഘടനാ വകുപ്പിലും അകത്തും അതാണ് പറയുന്നത്. 293(3)(4) എന്ന് പറയുന്ന സെക്ഷൻ ഈ കാര്യങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക അധികാരം അനുവദിക്കുന്നതിന് കേന്ദ്രത്തിന് ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുന്നതാണ്. അത് ചെയ്യുന്നില്ല. ശത്രുതാപരമായിട്ട് സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്നു. കടമെടുപ്പ് പരിധി ഇപ്പോൾ സാധാരണഗതിയിൽ ഇക്കൊല്ലം കേന്ദ്രം തന്നെ സമ്മതിച്ച കാര്യമാണ്. 42,438 കോടി രൂപ നിയമാനുസരണം അവർക്ക് എടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതിൽ 28,830 കോടിയല്ലേ അനുവദിച്ചുള്ളൂ. ഈ 13,602 കോടി എന്തേ അനുവദിച്ചില്ല? നേരത്തെ അനുവദിക്കേണ്ടതാണല്ലോ. ഇപ്പോൾ ഈ സുപ്രീം കോടതി വിധി വേണ്ടി വന്നു എന്ന് പറയുന്നത് എന്താ സൂചിപ്പിക്കുന്നത്? നമ്മുടെ രാജ്യത്തിൻ്റെ 75 വർഷക്കാലത്തെ ചരിത്രത്തിൽ ഈ നിലയിൽ സംസ്ഥാനത്തെ സാമ്പത്തികമായിട്ട് ശ്വാസം മുട്ടിക്കാൻ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഇത്ര നിർലജ്ജമായി ഇടപെട്ടിട്ടില്ല. അങ്ങനെ ഇടപെട്ടത് കൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കോടതിയിൽ പോകേണ്ടി വന്നത്, കേന്ദ്രത്തിന് മുമ്പിൽ ഒരു സമരവുമായി പോകേണ്ടി വന്നത്, സംസ്ഥാനത്താകെ നവകേരള സദസ്സ് നടത്തേണ്ടി വന്നത്. അതിനെല്ലാം പൂർണ്ണമായിട്ട് എതിർക്കുന്ന നിലപാടാണ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്, കേരളത്തിലെ 18 കോൺഗ്രസ് എംപിമാർ സ്വീകരിച്ചത്. ഇത് യഥാർത്ഥത്തിൽ BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമല്ല സംസ്ഥാനത്തെ കോൺഗ്രസിന് ഏറ്റിരിക്കുന്ന ഒരു വലിയ അടിയാണ്, UDFിന് ഏറ്റിരിക്കുന്ന ഒരു വലിയ അടിയാണ്. കാരണം അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? ഒരൊറ്റ പൈസ കൊടുക്കാനില്ല. ധന മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പം, വലിയ നിലക്ക് വായ്പ വാങ്ങിച്ചത്, ഇതെല്ലാമാണ് കേരളത്തിൻ്റെ പ്രശ്നമെന്നല്ലേ? അതൊന്നും അല്ല വസ്തുത എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ ഈ ചിറ്റപ്പ നയം, ഈ അവഗണന, അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുകയും പിന്തുണക്കുകയും അതിന് ഹല്ലേലൂയ പാടുകയും ചെയ്തിട്ടുള്ള കോൺഗ്രസിന് കൂടി ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധി എന്നുള്ളത് നിസ്സംശയമായിട്ടും പറയാൻ വേണ്ടി. അങ്ങനെയാണ് വിലയിരുത്തുന്നത്, സർക്കാരിന്റെ വിലയിരുത്തൽ അങ്ങനെയാണ്. പ്രൊഫസർ റോണി കെ ബേബി, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു പ്രശ്നമല്ല. ഇത് വളരെ പെട്ടെന്ന് സുപ്രീം കോടതിയിലേക്ക് എടുത്തു ചാടുന്ന ഒരു സമീപനമല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ സംസ്ഥാനം നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പ്രതിപക്ഷത്തെ കൂടി ബോധ്യപ്പെടുത്തി, പ്രതിപക്ഷത്തെ കൂടി ഈ സമരത്തിൻ്റെ ധാരയിലേക്ക്, ഈ നിയമ പോരാട്ടത്തിൻ്റെ ധാരയിലേക്ക് കൊണ്ടുവരാൻ ഒരുപാട് ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു. VD സതീശനും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുമായി ഒരു വട്ടം ചർച്ച നടന്നു. നിങ്ങൾ ഈ സമരത്തിൽ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിച്ചു. അതിനു മുമ്പ് മുഖ്യമന്ത്രി 140 മണ്ഡലങ്ങളിലും ചെന്ന് നിന്ന് വളരെ കൃത്യമായി ഈ സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾ ഓരോ മണ്ഡലത്തിലും ചെന്ന് നിന്ന് ജനങ്ങളോട് സംവദിക്കുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ അപ്പോഴൊക്കെയും ഈ സംസ്ഥാന സർക്കാരിനോട് മുഖം തിരിഞ്ഞു നിന്നുകൊണ്ട് BJPയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം, BJP ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന പ്രവർത്തികൾക്കെല്ലാം കുടപിടിക്കുന്ന ഒരു സമീപനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് നോക്കൂ, സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ച ആവശ്യം വളരെ കൃത്യമാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. യഥാർത്ഥത്തിൽ നിങ്ങളെടുത്ത നിലപാട് തെറ്റായിരുന്നില്ലേ? നീലിമ, നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത് സുപ്രീം കോടതി പറയാത്ത കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് ഞാൻ വളരെ കൃത്യമായി തന്നെ അതിലേക്ക് വന്നുകൊള്ളും. ഇവിടെ ആർട്ടിക്കിൾ 293 കാര്യം ബഹുമാനപ്പെട്ട പ്രകാശൻ മാസ്റ്ററെ ചൂണ്ടിക്കാണിച്ച് അതിലേക്ക് പോകുന്നില്ല. എന്തായിരുന്നു കേരളം സുപ്രീം കോടതിയുടെ മുമ്പിൽ സമർപ്പിച്ച ആവശ്യം? അല്ല, എന്തായിരുന്നു കേരളത്തിന് വേണ്ടി കപിൽ സിബൽ സുപ്രീം കോടതിയിൽ വാദിച്ചത്? അതായത് ഭരണഘടനയുടെ 246(3) വകുപ്പ് പ്രകാരം പബ്ലിക് ഡെപ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്, അത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് കേരള നിയമസഭ ഓൾറെഡി തന്നെ FRBM ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. 3.5% താഴെ ഞങ്ങൾ കൊണ്ടുവന്നു കൊള്ളാം, കേരളത്തിന്റെ കടം 3.5% താഴെ കൊണ്ടുവന്നുകൊള്ളാം. അപ്പോൾ കേരളം ഒരു നിയമം പാസ്സാക്കിയ സാഹചര്യത്തിൽ കേന്ദ്രം അതിന്റെ ഉത്തരവുകൾ വഴി കേരളത്തിന്റെ കടമെടുപ്പ് പരിധി അല്ലെങ്കിൽ കേരളത്തിന് തരുവാനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല എന്ന ഭരണഘടനാ വിഷയമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുമ്പിൽ കേരളം ഉന്നയിച്ചത്. പക്ഷെ അതിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇവിടെ കേസിന്റെ വാദത്തിനിടയിൽ തന്നെ ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ? കേന്ദ്രത്തിന് ഇക്കാര്യത്തിൽ തുറന്ന മനസ്സാണെന്നും സംസ്ഥാനത്തിന് എന്തോ ആശങ്കയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുകയില്ല എന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ഞാനിവിടെ ഇപ്പോൾ 13,608 കോടി രൂപ വലിയ നേട്ടമായി ഒക്കെ നമ്മൾ ചിത്രീകരിക്കും. നമ്മൾ പോരാടി ഫൈറ്റ് ചെയ്ത് കേന്ദ്രത്തിൽ നിന്ന് പിടിച്ചു മേടിച്ചു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ ഈ ചർച്ചയുടെ ഇൻട്രോയിൽ തന്നെ കൈരളി TV ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബാലഗോപാൽ പറഞ്ഞു, ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ ആ ക്വാർട്ടറിൽ കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന 13,608 കോടി രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അതിനുള്ള തടസ്സങ്ങൾ മാറിയിരിക്കുന്നു. അത് തന്നെയാണ് കപിൽ സിബൽ സുപ്രീം കോടതി
പ്രൊഫസർ റോണി കെ ബേബി, ആ തടസ്സം എന്തായിരുന്നു? ആ തടസ്സമാണ് നമ്മൾ ഉന്നയിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത്. വളരെ സ്വാഭാവികമായ ഒരു സംസ്ഥാന സർക്കാരിന് ലഭിക്കേണ്ടതാണ്. ഇന്ന് സുപ്രീം കോടതി ഇടപെടലിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഈ 13,609 കോടി രൂപ എന്നുള്ളത്. ഇത് ഈ സർക്കാരിൻ്റെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ ആവശ്യം പരിഗണിച്ച് അത് നേരത്തെ അനുവദിച്ചിരുന്നെങ്കിൽ കേരളത്തിന് കോടതി കയറേണ്ട അവസ്ഥ വരുമായിരുന്നോ? അത് നിങ്ങൾ എന്തുകൊണ്ടാണ് പറയാത്തത്? അല്ല, നമ്മുടെ ആവശ്യം ഇതായിരുന്നു. നമ്മുടെ ആവശ്യം എന്താ? കേരളത്തിന്റെ കടമെടുപ്പ് പരിധി കൂട്ടണം. ഞാൻ അതിലേക്ക് വരാം. ഈ 13,608 കോടി രൂപയുടെ ഹെഡുകൾ ഒന്ന് പരിശോധിക്കുക. 4 ഹെഡുകളിലായിട്ടാണ് ഈ 13,608 കോടി നമുക്ക് കിട്ടിയത്. ഒന്ന്, വൈദ്യുതി മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് കേന്ദ്ര സർക്കാർ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അനുവദിച്ച കൂട്ടത്തിൽ കേരളത്തിന് നൽകി 4,866 കോടി രൂപ. ഒന്ന്. 2, കിഫ്ബി എടുത്ത വായ്പ കേരളം പറഞ്ഞു ഞങ്ങൾ കുറച്ച് പൈസ കിഫ്ബി വഴി എടുത്ത് ഞങ്ങൾ തിരിച്ചടച്ചിട്ടുണ്ട്, അത് ഈ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറയ്ക്കണം, അത് 2,543 കോടി രൂപ. 3, സംസ്ഥാനത്തിന് GDP കണക്കാക്കുന്നതിൽ കേന്ദ്രത്തിന് ചെറിയ പാളിച്ച വന്നു, അതുകൊണ്ട് 1,877 കോടി രൂപ അതിനകത്ത് കുറയ്ക്കണം, അതും സംബന്ധിച്ചു. അടുത്തത്, ട്രഷറി സേവിംഗ് ബാങ്കിലെ നിക്ഷേപം വായ്പയായി പരിഗണിച്ച വകയിൽ വെട്ടിക്കുറവ് വരുത്തിയ 3,322 കോടി രൂപ, അത് കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ നിന്ന് കുറയ്ക്കണം. അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ അത് ഈ 4 ഹെഡ് കൂട്ടുന്നതിൽ കൃത്യമായി വരുന്ന 13,608 കോടി രൂപ. അത് തന്നെയാണ് കപിൽ സിബൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ 13,608 കോടി രൂപ അത് കുറച്ചാ പറഞ്ഞത്. 11,731 കപിൽ സിബൽ സുപ്രീം കോടതി പറഞ്ഞത്. ഇതിനകത്ത് തർക്കമില്ല, ഇതുമായി കേസിൽ ബന്ധമില്ല. പക്ഷെ കേരളം ഉന്നയിച്ച യഥാർത്ഥ വിഷയം, ആ വിഷയത്തിലേക്ക് സുപ്രീം കോടതി കടന്നിട്ടില്ല. ഇപ്പൊ സുപ്രീം കോടതി എന്താ ഒരു റഫറിയുടെ റോളിലാണ് നിൽക്കുന്നത്. സുപ്രീം കോടതി ഒരു വിധിയും നമ്മളിവിടെ ഇപ്പോൾ കൈരളി ടിവിയിൽ ചർച്ച ചെയ്തതുപോലെ അല്ലെ കേരള സർക്കാർ അല്ലെ കേരളം ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തെ മുക്തിച്ചുകൊണ്ട് നമ്മൾ വലിയ വിജയം നേടി എന്ന് പറയുമ്പോൾ ഈ നിൽക്കുകയാണ് 13,000 കോടി. കേരളം ആവശ്യപ്പെട്ട് 26,000 കോടിയില് ശ്രീ റോണി കെ ബേബി, ഇന്ന് സുപ്രീം കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ കടമെടുപ്പിന്റെ കാര്യത്തിൽ ഒരു 15,000 കോടി കൂടെ അനിവാര്യമാണ് എന്ന് കേരളം ആവശ്യം മുന്നോട്ട് വെച്ചു. അതിന്മേൽ ഉടൻ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച 11 മണിക്ക് അത്തരത്തിൽ ചർച്ച നടക്കാൻ പോകുകയാണ്. അപ്പോൾ കേരളത്തിന്റെ ഈ ആങ്സൈറ്റി, കേരളത്തിന്റെ ആശങ്കകൾ സുപ്രീം കോടതി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള നിലപാടുകൾ ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്. വെറും 13,000 കോടിയുടെ പ്രശ്നം മാത്രമല്ല ഇത്. ഇങ്ങനെ ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സുപ്രീം കോടതിയിൽ പോകേണ്ടതുണ്ട്. ഇവിടെ വളരെ പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ പോയിട്ട് നമുക്ക് എന്ത് വിജയം നേടി? ഇത് എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് തന്നെ കേരളത്തിന് കിട്ടേണ്ടതാണ്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ട് തന്നെ ഇത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊണ്ട് അവിടെ സമ്മർദ്ദം ചെലുത്തി അവിടെ ഈ പറഞ്ഞ മുഖ്യമന്ത്രി നേതൃത്വത്തിലൊക്കെ ഇടപെടൽ നടത്തി അങ്ങനെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഇതിനു മുമ്പ് നടന്നിട്ടില്ല. അതാണ് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. മറ്റു പല കാര്യങ്ങളിലും കേന്ദ്രവുമായിട്ട് വളരെ സജീവമായ അന്തർധാര അല്ല, അതിൽ വളരെ കൃത്യമായ രാഷ്ട്രീയമായ ഇടപെടൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായ ചില നടപടികൾ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ. ഒന്ന്, പ്രതിപക്ഷത്തിന്റെ സഹായം സംസ്ഥാന സർക്കാർ തേടുന്നുണ്ട്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രതിപക്ഷ നേതാവും PK കുഞ്ഞാലിക്കുട്ടിയെയും വിളിച്ചുകൊണ്ട് അത്തരത്തിലൊരു ചർച്ച മുഖ്യമന്ത്രി നടത്തി. മറ്റൊന്ന്, MP-മാരുടെ യോഗം 2 തവണ വിളിച്ചു ചേർത്തു. നമുക്കൊരു സംയുക്തമായി നിവേദനം കേന്ദ്ര സർക്കാരിന് നൽകണം എന്ന് പറഞ്ഞു. ആ നിവേദനത്തിൽ ഒപ്പിടാൻ 2 തവണ, ഞാനതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഈ 2 നിവേദനങ്ങളിലും നിങ്ങളെടുത്ത സമീപനം എന്തായിരുന്നു? സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു പ്രമേയം അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിനപ്പുറം ഈ സംസ്ഥാനം നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന നിവേദനത്തിൽ 2 തവണയും ഇവിടുത്തെ MP-മാർ, നിങ്ങളുടെ MP-മാർ ഒപ്പുവെക്കാൻ തയ്യാറായില്ല. അതൊന്ന്. സംയുക്ത സമരം ആലോചിച്ചു. അപ്പോഴെന്തായിരുന്നു നിലപാട്? ഇത്തരത്തിൽ സർക്കാരിന് വേണ്ടി ദില്ലിയിൽ പോയി സമരം നടത്താൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിലപാടെടുത്തു. കേരളം സമരം നടത്തുന്നതിൻ്റെ തലേ ദിവസം നിങ്ങൾ ഭരിക്കുന്ന കർണാടക അവിടെ സമരം ഇരുന്നില്ലേ ഇത്തരത്തിൽ ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ? അപ്പോൾ വളരെ കൃത്യമായി പൊളിറ്റിക്കലായി തന്നെ, നിയമപരമായി നടക്കുന്നത് പോട്ടെ, പൊളിറ്റിക്കലായി തന്നെ ഈ പ്രശ്നം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നോക്കി. നിങ്ങളുടെ സജീവമായ ഇടപെടലും അക്കാര്യത്തിൽ പ്രതിഷേധിച്ചു. പക്ഷേ ഒരു തരത്തിലുള്ള പിന്തുണയും നൽകാൻ നിങ്ങൾ തയ്യാറായില്ല. അപ്പോൾ ഈ സ്വാഭാവികമായി നമുക്ക് കിട്ടേണ്ട ഈ പണം കിട്ടില്ല എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട ഒരു സാഹചര്യത്തിലല്ലേ കോടതിയെ സമീപിക്കേണ്ടി വന്നത്? ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യമല്ലേ? അന്നും ഇന്നും എന്തും കോൺഗ്രസിന്റെയും UDF-ന്റെയും ഇക്കാര്യത്തെ നിലപാട് എന്നത് ഉറച്ച നിലപാടാണ്. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് 10 കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാമെങ്കിൽ അതിൽ ഒരേ ഒരു കാരണം മാത്രമേ ആവുന്നുള്ളൂ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണന. അതാണ് ഞങ്ങളുടെ നിലപാട്. ആ അവഗണനയുടെ പേരിൽ ആ റീസൺ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമുക്ക്
15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ നമുക്ക് ഈ പറഞ്ഞ റവന്യൂ ഗ്രാന്റിൽ വന്ന വെട്ടിക്കുറവ്, അതിനകത്ത് വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ പാർലമെന്റിൽ, ലോക്സഭയിൽ അത് ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ അഭിനന്ദിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞാൻ വളരെ കൃത്യമായി തന്നെ അത് നിങ്ങളുടെ ലൈബ്രറിയിൽ പരിശോധിക്കാം. കേരള ടിവിയുടെ ലൈബ്രറിയിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ എംപിമാർ ലോക്സഭയിൽ ആ വിഷയം ഉന്നയിച്ചത് വളരെ അഭിനന്ദനാർഹമാണ്. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എത്ര കോടിയുടെ കണക്കായിരുന്നു ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? 56,000 കോടി, 57,000 കോടിയുടെ കണക്ക് നിയമസഭയിൽ വെച്ചിട്ടുള്ള കണക്കുകൾ അനുസരിച്ചാണ് നിയമസഭയിൽ വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച, അടിയന്തര പ്രമേയ ചർച്ചയിൽ വളരെ കൃത്യമായി സർക്കാർ മുന്നോട്ട് വെച്ച കണക്കുകളാണ് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇനിയിപ്പോൾ നമ്മോടൊപ്പം ബിസിനസ് ജേർണലിസ്റ്റ് ജോർജ് ജോസഫ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ BJP-യുടെ പ്രതിനിധിയായാലും കോൺഗ്രസിന്റെ പ്രതിനിധിയായാലും പറഞ്ഞു വെക്കുന്നത് ഒന്നാണ്, കേരളം വലിയ മെച്ചപ്പെട്ട ഒരു നേട്ടമൊന്നും ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായില്ല. സ്വാഭാവികമായി ലഭിക്കേണ്ട ഒരു ഈ കടമെടുക്കാനുള്ള ഒരു എമൗണ്ട് 13,000 കോടിയുടെ എമൗണ്ട് സ്വാഭാവികമായി കേരളത്തിന് ലഭിച്ചു. അങ്ങനെ വളരെ സ്വാഭാവികമായി മാത്രം കേരളത്തിന് കിട്ടിയ ഒന്നാണോ? കേരളത്തിന്റെ വളരെ കൃത്യമായ ഒരു പോരാട്ടം അത് അടയാളപ്പെടുത്താതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇവിടെ ഈ ചർച്ചയിൽ എനിക്ക് വളരെയധികം കൗതുകം തോന്നിയിട്ടുള്ള ഒരു കാര്യം, BJP-യുടെ പ്രതിനിധി വാദിക്കുന്നതിനേക്കാൾ വീറോടെയാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി കോൺഗ്രസിന്റെ പ്രതിനിധി വാദിക്കുന്നതെന്ന് അത്ഭുതപ്പെടുത്തിയ, വളരെ കൗതുകം ഉയർത്തുന്ന ഒരു കാര്യം. കാരണം നീലിമ തന്നെ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, കേരള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നതിന് മുമ്പ് തൊട്ട് തലേദിവസം കർണാടകം അവിടെ പോയി സമരം നടത്തിയിരുന്നു. കർണാടകം ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. എന്താണ് ഉന്നയിച്ചിരുന്ന ആവശ്യമെന്ന് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ഇതേ ആവശ്യം തമിഴ്നാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാള് അവിടെ മമതാ ബാനർജി റോട്ടിലൂടെ പദയാത്ര നടത്തി. അവര് കേസിന് പോയിട്ടില്ല. ഓരോ സംസ്ഥാനവും സ്വീകരിക്കുന്ന ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടുകളാണ്. ചിലര് സമരം നടത്തിയിട്ടുണ്ട്, ചിലര് പ്രതിഷേധിച്ചിട്ടുണ്ട്, കേസിന് പോകേണ്ട ഇതിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളം എന്തുകൊണ്ടാണ് കേസിന് പോകാൻ ഇടയാക്കിയത്? കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ ചർച്ചയിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കേരളം കടമെടുപ്പിന്റെ പരിധി ഉയർത്താൻ ആവശ്യപ്പെട്ടു എന്നാണ്. അങ്ങനെ ഒരു കടമെടുപ്പിന്റെ പരിധി ഉയർത്തണമെന്നൊന്നും കേരളം എവിടെ ആവശ്യപ്പെട്ടിട്ടില്ല. കേരളത്തിന് ഇന്ന് കടമെടുക്കാനുള്ള പരിധി എന്ന് പറയുന്നത് 3%. കോവിഡ് സമയത്ത് പ്രത്യേക സാഹചര്യങ്ങളിൽ അത് 3.5% എന്ന തോതിലേക്ക് ഉയർത്തിയുണ്ടായി. പക്ഷേ എഫക്റ്റീവായിട്ട് കേരളത്തിന് ഈ 3% കടമെടുക്കാൻ കഴിഞ്ഞില്ല. അത് 2.5% താഴെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അത് കേരളത്തിന് മുൻകാലങ്ങളിൽ പല കാര്യങ്ങളിലും ഈ കടമെടുപ്പിന്റെ പരിധി പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് നമുക്ക് നേരത്തെ ഇവിടെ നീലിമ തന്നെ സൂചിപ്പിച്ചു. കിഫ്ബിയുടെ കടത്തിന്റെ കാര്യവും പെൻഷൻ കമ്പനിയുടെ വായ്പ എടുത്ത കാര്യവും ഒക്കെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇതെല്ലാം തനത് രീതിയിലുള്ള സംസ്ഥാനത്തിന്റെ കടമായി കണക്കാക്കി വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് നീതി നിഷേധമാണ്, അത് ഞങ്ങളോട് കാണിക്കുന്ന ഒരു വിവേചനമാണ് എന്നുള്ള വാദമുഖങ്ങൾ വ്യക്തമായി ഉന്നയിച്ചുകൊണ്ടാണ് കേരളം സുപ്രീം കോടതിയിലേക്ക് പോയത്. സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് കേരളം ഇത്തരം കാര്യങ്ങൾ പല വേദികളിൽ പല രീതിയിൽ ഉന്നയിക്കുകയുണ്ടായി. പക്ഷെ അവിടെയെല്ലാം കേന്ദ്ര സർക്കാർ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? തികച്ചും നിഷേധാത്മകമായ സമീപനം. അത് നിങ്ങൾക്ക് ഒരു പൈസ തരാനില്ല, നിങ്ങൾക്ക് 1 രൂപ പോലും നിങ്ങൾക്ക് തരാനില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് കാണിച്ചിട്ടില്ല, നിങ്ങളുടെ കയ്യിൽ കണക്കില്ല, നിങ്ങളുടെ കയ്യിൽ ആ പേപ്പറില്ല, ഈ പേപ്പറില്ല എന്നുള്ള രീതിയിലുള്ള മുടന്തൻ ന്യായങ്ങൾ. ഇതുവരെ ഞാൻ ഒരു കാര്യം പറയാം, കോൺഗ്രസിന്റെ പ്രതിനിധി അടക്കമുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട് പറയാണ്, കഴിഞ്ഞ 75 വർഷത്തിന്റെ ചരിത്രത്തിനിടയിൽ ഇത്ര അന്തസ്സില്ലാത്തൊരു നിലപാട് ഫിസ്ക്കൽ ഫെഡറലിസത്തിന്റെ കാര്യത്തിൽ, ധനകാര്യ രംഗത്തിന്റെ കാര്യത്തിൽ ഒരു ഗവൺമെന്റും സ്വീകരിച്ചിട്ടില്ല. അത് കൃത്യമായൊരു പൊളിറ്റിക്കൽ വെൻഡേറ്റ വെച്ചുകൊണ്ടാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി ബോധ്യമായിട്ടുണ്ട്. കാരണം എന്താ? അതിനകത്ത് തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഈ സാഹചര്യത്തിൽ കേരളം ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. ആ സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ പ്രതിഷേധം ആ സംസ്ഥാന സർക്കാരിനെതിരെ തിരിയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പൊളിറ്റിക്കൽ അജണ്ട വ്യക്തമായി വെച്ചുകൊണ്ടാണ് ഇതെല്ലാം കാണിച്ചത്. കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിൽ വന്നപ്പോ പറഞ്ഞെന്താ? കേരളത്തിൽ ഒന്നും കൊടുക്കാനില്ല. പാർലമെന്റിൽ അവരൊരു കാര്യം പറഞ്ഞു, 2004 മുതൽ 2014 വരെയുള്ള 10 വർഷക്കാലത്ത്
കേരളത്തിന് മൊത്തം കൊടുത്തിരിക്കുന്ന തുകയേക്കാൾ 242% അധികം ഞങ്ങൾ കൊടുത്തു. എന്താണ് ഈ അധികം കൊടുത്തതെന്ന് പറയുന്നത്? കേരളത്തിന് അവകാശപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ആ കൊടുത്ത തുക. അത് മൊത്തം തുക ചേർത്ത് വലിയ 2,00,000 ചില്ലാനും കോടി രൂപ എന്ന് പറയുന്ന ഒരു തുക അവിടെ പറയുകയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോഴും പറഞ്ഞു, കേരളത്തിന് ഞങ്ങൾ പ്രത്യേകം മനസ്സിലുണ്ട്, കേരളത്തെ ഞങ്ങൾ എല്ലാ രീതിയിലും ഇത് ചെയ്യുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തെ അവഗണിക്കുന്ന, കേരളത്തെ വിവേചനത്തോടുകൂടി കാണുന്ന, കേരളത്തിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന, പൊളിറ്റിക്കലായി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒരു വശത്ത്, അത് നമുക്കറിയാം, ഗവർണറെ കൊണ്ടുള്ള കളികളും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. മറുവശത്ത് ഫിസ്ക്കൽ രംഗത്ത് കേരളത്തെ എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തുക, കേരളത്തിന്റെ മുന്നേറ്റത്തെ, കേരളത്തിന്റെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളെ അടക്കം, ഒടുവിൽ ശമ്പളത്തിന്റെ കാര്യത്തിൽ കാലതാമസം വരുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചു. അത് ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ വികാരം സൃഷ്ടിക്കുന്നതിന് സഹായകമാണ്. ഈ ഒരു ഇത് നേരത്തെ തന്നെ ഈ 13,608 കോടി രൂപ ഇപ്പൊ കൊടുക്കാമെന്ന് പറയുന്ന കേന്ദ്രം ഇപ്പോ സമ്മതിച്ചത് എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞത് എന്താ? കേരളത്തിലെ എല്ലാ കടമെടുപ്പ് പരിധിയും കഴിഞ്ഞു, നിങ്ങൾക്ക് ഇനി ഒന്നും എടുക്കാനില്ല, നിങ്ങൾ ശ്രീലങ്ക പോലെ ആകും കേരളം, ശ്രീലങ്ക പോലെ ആകും, അതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിന് ഇനി ഒന്നും കടമെടുക്കാൻ, ഒരു രൂപ പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആളുകൾ ഇപ്പോ കേരളത്തിന് അവകാശപ്പെട്ട കാര്യം ഒടുവിൽ കൊടുക്കേണ്ട സ്ഥിതിയിലേക്ക് വന്നു. 22,000 കോടി രൂപ അഡീഷണൽ ആയിട്ട് വേണമെന്ന് കേരളം പറയുന്നതിന് ഉടനെ ഒരു ചർച്ച നടത്താൻ പറഞ്ഞു. ഇതൊക്കെ പോസിറ്റീവായിട്ട്, ഇതെല്ലാം കേന്ദ്രത്തിനുണ്ടായ തിരിച്ചടികൾ തന്നെയല്ലേ? കേരളം ഉന്നയിക്കുന്ന വാദങ്ങൾ പൊതുസമക്ഷത്തിൽ ഇവിടെ പൊതുസമൂഹം അംഗീകരിക്കുന്നുണ്ട്. ആ പൊതുസമൂഹത്തോടൊപ്പം കോടതിയിലും അത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. കേന്ദ്രം ഇത്രയും നാളും പറഞ്ഞ വാദമുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താ കോടതിയിൽ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നത്? ഞങ്ങൾ അവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. കേരളം കടമെടുപ്പിന്റെ പരിധി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങനെ പോയാൽ കേരളം ശ്രീലങ്കയാവും. ഇതെല്ലാം ഇവിടെ പറഞ്ഞ് രാഷ്ട്രീയമായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്ക് കോടതിയുടെ മുമ്പിൽ എന്താ ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയത്? അവിടെ എന്താ കോടതി ഇത്തരം പൊസിഷൻ എടുക്കാൻ കാരണം? ഇതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ? ഇത് അതുപോലെ തന്നെ ഒരു കാര്യം, നിങ്ങൾ അത് വിചിത്രമായ ഒരു കാര്യമാണ്. കാരണം ഒരു ലീഗൽ റെമഡിയിലേക്ക് ഒരാൾക്ക് പോകാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അത് തന്നെ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നില്ലേ? നിങ്ങൾ കേസ് പിൻവലിച്ചിട്ട് വാ, അങ്ങനെ പറയാൻ ആർക്കും അവകാശമുള്ളത്? ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ പി കൃഷ്ണദാസ്, അങ്ങേ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത് കോടതിയിൽ പറയാത്ത കാര്യങ്ങൾ, കോടതിയുടെ നിരീക്ഷണത്തിൽ വരാത്ത കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ ചർച്ച നടത്തുന്നു എന്നാണ്. അങ്ങ് ഉദ്ധരിച്ചത് ലൈവ് ലോ എന്ന് പറയുന്ന ട്വീറ്റ് ചെയ്യുന്ന ആ ലൈവ് ലോ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ലൈവ് ലോ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് കോടതിയിൽ നടന്ന കാര്യങ്ങൾ. അതായത് ഒരു വേള സുപ്രീം കോടതി പറഞ്ഞത്, today the bench disapproved of the union stand asking how such a condition can be placed. അതായത് കേരളം സ്യൂട്ട് പിൻവലിച്ചാൽ വായ്പ നൽകാം, വായ്പയ്ക്ക് അനുമതി നൽകാം, അങ്ങനെ ഒരു കണ്ടീഷൻ ഒരു സ്റ്റേറ്റിന് മുമ്പാകെ എങ്ങനെ വെക്കുമെന്നാണ് ചോദിച്ചത് സുപ്രീം കോടതി. അല്ലാതെ ഇവിടെ സുപ്രീം കോടതിയിൽ നടക്കാത്ത ഒരു കാര്യം പോലും ഇവിടെ ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റിന് മുന്നിൽ അത്തരത്തിലൊരു കണ്ടീഷൻ വെക്കാൻ കേന്ദ്ര സർക്കാരിന് എങ്ങനെ കഴിയുമെന്ന് ആശ്ചര്യപ്പെട്ടുകൊണ്ടാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നത്. നീലിമ, ഞാൻ സൂചിപ്പിച്ചത് സുപ്രീം കോടതിയുടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള നടപടിക്രമങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഓഫീസ് റിപ്പോർട്ട് ഫോർ ഡയറക്ഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നിന്നാണ് ഞാൻ എടുത്തു വായിച്ചത്. ഞാൻ ഏതെങ്കിലും ഒരു ലൈവ് ലോ കഴിഞ്ഞ ദിവസത്തെ അല്ലല്ലോ, ഇന്നത്തെ കാര്യം നോക്കൂ. ഇന്ന് സുപ്രീം കോടതിയിൽ നടന്നതിനെ ചൊല്ലിയല്ലേ നമ്മൾ ഈ ചർച്ച നടക്കുന്നത്. ഇന്ന് സുപ്രീം കോടതി എന്താണ് പറഞ്ഞത്? അത് കേന്ദ്ര സർക്കാരിന് അങ്ങേയറ്റം ആഘാതമുണ്ടാക്കുന്ന രീതിയിലാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഇത്തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായത്. ഞാനൊന്ന് അതിലേക്ക് വരട്ടെ, എന്നൊന്ന് വരാൻ അനുവദിക്കുക അതിനകത്തേക്ക്. ശരി, വരൂ. ഞാൻ നിങ്ങൾ പറഞ്ഞതല്ലാത്തൊരു കാര്യം ഞാൻ അവിടെ സൂചിപ്പിക്കാമല്ലോ. അതേ ലൈവ് ലോയിൽ നിന്ന് ഞാനൊരു കാര്യം സൂചിപ്പിക്കാം. അതേ ലൈവ് ലോയിൽ നിന്ന് ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കാം. ദർ ഈസ് സം കേരളത്തിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യമാണ്. യെസ്, ദി സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ഐ ഹാവ് ഗിവൺ ആൻ എക്സാമ്പിൾ. ദെൻ അനദർ സ്റ്റേറ്റ്മെൻറ്റ്, ദർ ഈസ് സം എമർജൻസി ഇൻ ദ സ്റ്റേറ്റ്, വി നീഡ് സം ബ്രീത്തർ. ദെൻ ജസ്റ്റിസ് കാന്ത്, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് എമർജൻസി? മിസ്റ്റർ സിബൽ, we can't pay out of public funds. Justice Kant,
salary, that is a question mark. Then the reply, you see the reply. Salary we can pay, but not other allowances, pension, dearness allowances, etc. That is your statement. അതാണ് കേരളം പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സാലറി കൊടുക്കാൻ ഞങ്ങൾക്കിപ്പോൾ പറ്റുമായിരിക്കും, പക്ഷെ മറ്റുള്ള കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കണക്കിലാക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ കേരളം അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി കണക്കിലാക്കണം എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, നീലിമ സൂചിപ്പിച്ചതിനേക്കാൾ വ്യത്യസ്തമാണ് കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. അതായത് കേരളം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടമെടുക്കുന്നതിൻ്റെ പരിധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്രം എടുത്തിട്ടുള്ള കടമെടുപ്പ് അത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കിഫ്ബി വഴി എടുത്തിട്ടുള്ളത് 16,469 കോടി രൂപയുടെ ലയബിലിറ്റി ഓൾറെഡി കിഫ്ബിക്കുണ്ട്. അതോടൊപ്പം തന്നെ KSPL-ന് അവരെടുത്തിട്ടുള്ള കടം എന്ന് പറയുന്നത് അതും കൂടി ചേർക്കുമ്പോൾ 3,24,855 കോടി രൂപ 2020-21 കടന്നിരിക്കുന്നു എന്ന് CAG ഒബ്ജക്ഷൻ എഴുതിയിരിക്കുന്ന റിപ്പോർട്ടുള്ള സംസ്ഥാനമാണ് കേരളം. എന്ന് പറഞ്ഞാൽ നമ്മുടെ കടമെടുപ്പ് 2.5 എന്ന് സൂചിപ്പിക്കുന്നത് കിഫ്ബിയുടെ കടമെടുപ്പും അതോടൊപ്പം തന്നെ പെൻഷൻ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കടമെടുപ്പും മാറ്റി നിർത്തിക്കൊണ്ടുള്ള കടമെടുപ്പിൻ്റെ പരിധിയും കടമെടുപ്പിൻ്റെ തുകയും കാണിച്ചുകൊണ്ടാണ് 2.5 എന്നുള്ള തരത്തിലുള്ള നമ്മളുടെ കോടതിക്ക് മുൻപായുള്ള വാദം കൊണ്ടുവന്നിട്ടുള്ളത്. അത് അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ 13,608 കോടി രൂപ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അത് നേരത്തെ ശ്രീ ബാലഗോപാൽ സൂചിപ്പിച്ചു എന്ന് നിങ്ങൾ ഇൻട്രോയിൽ പറയുന്നത് പോലെ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് കടമെടുക്കാൻ കഴിയുന്നതിൻ്റെ പരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിന് എത്ര എടുക്കാം എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിട്ടുള്ള മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കടമെടുക്കാൻ കഴിയുന്നതിൻ്റെ പരമാവധി തുക എന്നുള്ള നിലക്കാണ് 13,608 കോടി രൂപ എടുക്കാൻ കേന്ദ്രത്തിൽ നിന്ന് അനുമതി കിട്ടിയിട്ടുണ്ട് എന്ന് കേരളത്തിൻ്റെ അഭിഭാഷകൻ സൂചിപ്പിക്കുന്ന സാഹചര്യമുണ്ടായത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലല്ല എന്ന് ഞാൻ സൂചിപ്പിക്കാൻ കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. പിന്നെ താങ്കൾ എന്നോട് സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആർട്ടിക്കിൾ 131 പ്രകാരം ഫയൽ ചെയ്തിട്ടുള്ളൊരു കേസ്, ആ കേസിൽ നിങ്ങൾക്ക് എങ്ങനെ പിൻവലിക്കാൻ കഴിയുമെന്ന് ചോദിച്ച കാര്യം, അത് ബഹുമാനപ്പെട്ട കോടതിയുടെ രണ്ടാം വട്ടം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് UPയെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. കപിൽ സിബൽ അതായത് ജസ്റ്റിസ് കാന്ത് ചോദിക്കുകയാണ്, ഏതെങ്കിലും സ്റ്റേറ്റിനോട് ഇത്തരത്തിൽ അനുഭാവപൂർണമായ അല്ലെങ്കിൽ അവർക്ക് ഫേവറബിളായ ഒരു കണ്ടീഷൻ ഏതെങ്കിലും സ്റ്റേറ്റിനോട് കേന്ദ്ര സർക്കാർ എടുത്തിട്ടുണ്ട് എന്നാണോ ചോദിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് കാന്ത് ചോദിക്കുന്നത്. അതിന് കപിൽ സിബൽ മറുപടി പറയുന്നുണ്ട്, UP ഏറ്റവും വലിയ ഉദാഹരണമാണ്. അവിടെ കേരളത്തിന് നൽകുന്നതും UPക്ക് നൽകുന്നതും തമ്മിലുള്ള അന്തരം വളരെ കൃത്യമായി പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കോടതി വളരെ കൃത്യമായാണ് ഈ കേരളത്തോട് കാണിക്കുന്ന ഈ മനോഭാവം വളരെ കൃത്യമായി സുപ്രീം കോടതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. UPയുടെ അനുഭവം, UPക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫേവറുകളെ കുറിച്ച് ആ കോടതി മുറിയിൽ ഇന്ന് ചർച്ച നടന്നിട്ടുണ്ട്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് താങ്കൾ വേറൊരു വേർഷൻ ഇക്കാര്യത്തിൽ കൊടുക്കാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങയിലേക്ക് വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഈ വസ്തുതകളെ വളച്ചൊടിക്കാനാണ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം. അതായത് എന്നോടൊരു ചോദ്യം ചോദിച്ചതിന് ശേഷം അതിന്റെ വേറൊരു ആംഗിൾ പറഞ്ഞിട്ട് അവിടെ ഇട്ടിട്ട് പോകുന്ന പരിപാടി നടക്കില്ല. പറയൂ. താങ്കൾക്ക് പറയാനുള്ളത് പറഞ്ഞിട്ട് ഞാൻ പ്രകാശ് മാസ്റ്ററിലേക്ക് പോകാം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ അതാ ഞാൻ പറഞ്ഞു, ഉത്തർപ്രദേശുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫേവർ ചെയ്യുന്നു എന്ന് ഒരു ചർച്ചയും അവിടെ നടന്നിട്ടില്ല. അവിടെ നടന്നത് ഒരു ചോദ്യത്തിനുള്ള വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമം, അതാണ് നമ്മൾ നിയമ വിദ്യാർത്ഥികളടക്കം നിയമത്തിനടക്കം ഫോളോ ചെയ്യുന്ന ഒരു പോർട്ടലാണല്ലോ ലൈവ് ലോ എന്ന് പറയുന്നത്. ലൈവ് ലോയുടെ പ്രൊമോഷനൊന്നും വേണ്ടിയല്ല ഞാൻ പറയുന്നത്. താങ്കൾ ലൈവ് ലോ ഉദ്ധരിച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റിസ് കാന്ത് ചോദിക്കുകയാണ്, ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് അത് ഷെയർ ചെയ്യാം. ജസ്റ്റിസ് കാന്ത് ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് യുവർ കേസ് ദാറ്റ് there are states which are given favorable treatment? Sibal answers, yes, the state of Uttar Pradesh I have given as example.
ഉത്തരമായി കപിൽ സിബൽ പറയുകയാണ്. സുപ്രീം കോടതി ചോദിക്കുകയാണ് ഏതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് നിങ്ങൾ ഫേവർ ചെയ്തിട്ടുണ്ടോ? കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുകയാണ് യുപിക്ക് നിങ്ങൾ ചെയ്ത കേന്ദ്ര സർക്കാർ ചെയ്ത ഫേവറുകളെ കുറിച്ച് ഓൾറെഡി ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്ര വലിയ ഒരു തീരുമാനത്തിൽ എത്താൻ പോയത്. കൃഷ്ണദാസ്, വസ്തുതകളെ മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കരുത്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇതാണ് ഇന്ന് കോടതിയിൽ നടന്നിട്ടുള്ള കാര്യങ്ങൾ. വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന കൃത്യമായ രാഷ്ട്രീയം അത് ഇന്ന് കോടതി മുറിയിൽ തുറന്നു കാട്ടപ്പെട്ട സാഹചര്യമുണ്ടായി. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇതില് കേരളത്തോട് മാത്രമല്ല BJP ഇതര സംസ്ഥാനങ്ങളോട് ഇതുവരെ ഒരു കേന്ദ്ര ഗവൺമെന്റും കാണിക്കാത്ത ശത്രുതാപരമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും കേന്ദ്രത്തിന് പ്രതീതിയായ ഗവർണർക്കെതിരെ 6 സ്റ്റേറ്റുകൾ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്ന ഒരു ചരിത്രമുണ്ടോ? അതുപോലെ കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്രത്തിന് മുകളിൽ പോയി സമരം നടത്തേണ്ടി വന്നൊരു ചരിത്രമുണ്ടോ? അങ്ങനെ ഒരു ചരിത്രം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇവിടെ നിർമ്മലാ സീതാരാമൻ വന്നു. അവരെന്താ പറഞ്ഞത്? ഈ കേരളത്തിന് ഒരു പൈസയും കൊടുക്കാനില്ല. കഴിഞ്ഞ 3-4 മാസക്കാലമായിട്ട് നമ്മുടെ ഈ TV-കളിൽ നടക്കുന്ന ചർച്ചകളിൽ BJPയും കോൺഗ്രസ് പറഞ്ഞു വന്ന കാര്യം എന്താ? ഒരു പൈസയും. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഒരു സെക്കൻഡ് ശ്രീ പി കൃഷ്ണദാസ് അങ്ങ് ലൈനിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് പറയാനുള്ള ഊഴം വളരെ കൃത്യമായി അങ്ങയിലേക്ക് എത്തും പ്രകാശ് മാസ്റ്ററിന് ശേഷം. അല്ല, ഞാൻ കോടതിയിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. താങ്കൾ ഉദ്ധരിച്ച അതേ പോർട്ടലിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ വരച്ചു കാട്ടിയത്, അങ്ങയുടെ മുമ്പിൽ വായിച്ചു കേൾപ്പിച്ചത്. ഞാൻ അങ്ങേക്ക് അത് ഷെയർ ചെയ്യാം. താങ്കൾ അതൊന്ന് വായിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ അല്ലാതെ എന്റെ കയ്യിലുണ്ടല്ലോ, എന്റെ കയ്യിലുള്ള കാര്യം തന്നെയാണ് നിങ്ങൾ. ഒരു സെക്കൻഡ് അദ്ദേഹത്തിന് ഒരു വിഷമമുണ്ട്, അദ്ദേഹം ഒന്ന് പറഞ്ഞു തീർക്കട്ടെ. പ്രോസസ്സിനോട് യോജിക്കാൻ വേണ്ടി കഴിയില്ല. അല്ലല്ല, ഇതെന്താണ് യഥാർത്ഥത്തിൽ കോടതിയിൽ നടന്നത്? താങ്കളുടെ അറിവനുസരിച്ച് ഇന്ന് കോടതിയിൽ നടന്നത് എന്താണ്? ഞാൻ വായിക്കാം, നിങ്ങളത് പറയുന്നത് വായിക്കൂ. കോടതിയിൽ ഒരൊറ്റ ചോദ്യമേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് പണം കിട്ടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം പറയുമ്പോൾ ഞാൻ ആ ഭാഗം വായിക്കാമല്ലോ. എന്തിനാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോകുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നമ്മളൊരു വ്യക്തമായിട്ടുള്ള ചർച്ചയല്ലേ നടത്തുന്നത്? ചോദ്യമാണ് കേരളത്തിന് പണം കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഭാഗം പറഞ്ഞു വരുമ്പോൾ we also have public accounts such as provident fund deposits, reserve funds. അതിനുശേഷം പറഞ്ഞു വരുമ്പോൾ we have to pay back that money over a period of time. ഇത് പറയുന്നത് ജഡ്ജിയല്ല, ആരുമല്ല, ഇത് പറയുന്നത് ശ്രീ കപിൽ സിബലാണ്. അദ്ദേഹം തുടർന്ന് പറയാൻ they say we will count that as borrowing. ജസ്റ്റിസ് കാന്തിൻ്റെ അടുത്ത ചോദ്യമാണ്, it is your case that there are states which are given favorable treatment. അവിടെ ഒറ്റ ആൻസർ പറയുകയാണ് ശ്രീ കപിൽ സിബൽ. യെസ്, Uttar Pradesh, I have given an example. That is only an example he has given. No other statements. അതിനെ സംബന്ധിച്ച് വേറൊരു വാക്ക് പറയുന്നില്ല. അതിന് നീലിമ വ്യാഖ്യാനം കൊടുക്കുന്നത് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് വലിയ ചർച്ച നടന്നതാണ്. ഒരു ചർച്ചയും നടന്നിട്ടില്ല. അദ്ദേഹം അത് കോടതി മുറിയിൽ നടക്കുന്ന ഒരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. യു പിയെ കുറിച്ച് ഒരു പരാമർശം നടന്നു എന്നത് അംഗീകരിക്കുന്നുണ്ടല്ലോ. ശരി സാർ, ഞാൻ തിരികെ വരാം. ശ്രീ കൃഷ്ണദാസ്, ഞാൻ തിരികെ വരാം. ഒരു സെക്കൻഡ്, ഞാൻ തിരികെ വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ അങ്ങേക്ക് തുടരാം. അല്ല, കൃഷ്ണദാസ്, ഈ കേൾക്കുന്നവർക്കൊന്നും ഇംഗ്ലീഷ് അറിയില്ല എന്ന് വിചാരിക്കരുത്. അവിടെ ലൈവിലോല് വന്നിരിക്കുന്ന ജഡ്ജിയുടെ ചോദ്യവും അതിന് കപിൽ സിബൽ പറഞ്ഞ മറുപടിയുമാണ് ഇവിടെ വായിക്കപ്പെട്ടത്. എന്താ ചോദ്യം? മറ്റ് സംസ്ഥാനങ്ങളോട് ഇവിടെ BJPയുടെ സംസ്ഥാനങ്ങളോട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പരിഗണന കാണിക്കുന്നതിന് ഉദാഹരണമാണ് പറഞ്ഞത്. യുപിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി. യുപി ഉൾപ്പെടെയുള്ള BJP സ്റ്റേറ്റുകളോട് തികഞ്ഞ തെറ്റായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നാണ് നടന്ന വാദം. പിന്നെ ഇരിക്കട്ടെ, ഞാനിവിടെ പറഞ്ഞു വന്നത്, ഇവിടെ ഇപ്പൊ ഇന്നലെ വരെ BJPക്കാരും കോൺഗ്രസ്സുകാരും എല്ലാ ചർച്ചയും
ഡിസ്റ്റർബ് ചെയ്യല്ലേ പ്ലീസ്. അല്ല, എന്തിനാണ് ഇടപെടുന്നത്? നിങ്ങൾ തന്നെ ഇടപെടല്ലേ? പകൽ വെളിച്ചം പോലെ നിങ്ങൾ തന്നെ ഇടപെടുകയാണ്. ഇവിടെ നിങ്ങൾ തന്നെ ഇടപെടുകയാണ്. നിങ്ങളുടെ ആളുകൾക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക, നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ഞാൻ അങ്ങയിലേക്ക് വരാം പ്ലീസ്. അടക്കമുള്ള ശ്രീ കൃഷ്ണദാസ്, ഞാൻ അങ്ങയിലേക്ക് തന്നെ വരും. കൃഷ്ണദാസ് അടക്കമുള്ള അതാ ഞാൻ പറഞ്ഞ കള്ളത്തനം പറയുന്നത് മര്യാദ വേണമെന്ന് ഞാൻ നിർമ്മലാ സീതാരാമൻ എന്നുള്ള കേന്ദ്രമന്ത്രി അവര് ഇവിടെ വന്ന് പറഞ്ഞ കാര്യം ഈ കേരളത്തിന് ഒരു പൈസ പോലും കൊടുക്കാനില്ലെന്നാണ്. എന്നാൽ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു 13,608 കോടി രൂപ കൊടുക്കാനുണ്ട്, കൊടുക്കണം. അതെന്താ നിങ്ങൾ പിന്നെ ഞാൻ ചോദിക്കട്ടെ, കൃഷ്ണദാസിന് മനസ്സിലാവുന്ന എനക്കും മനസ്സിലാവുന്ന കൃഷ്ണദാസിനെ പോലെ അത്യാവശ്യം ഇവരൊക്കെ എനിക്കുണ്ടല്ലോ. കൃഷ്ണദാസ് മാത്രം ഇവരുള്ള എനിക്കും ഉണ്ടല്ലോ പിന്നെ ബിരുദം. കൃഷ്ണദാസ് അങ്ങനെയൊക്കെ പറഞ്ഞേക്കല്ല. ഞാൻ കൃഷ്ണദാസോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഗവൺമെന്റ് വരുന്ന കാലത്ത് ഞാൻ ചോദിക്കട്ടെ, മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് പറയാനുള്ളപ്പോൾ പറയും. ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എഴുതി വെക്ക്, എൻ്റെ ആരും മറുപടി അറിയും. അല്ല ഞാൻ പറയും വർത്താനം പറയില്ല, വെറുതെ ഒരു ന്യായമായ ചർച്ച നടത്ത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഗവൺമെൻറ് വരുന്ന കാലത്ത് ഡിവിസിബിൾ പൂളിൽ എത്രയാ പൈസ? 88% സംഖ്യ ഡിവിസിബിൾ പൂളല്ലേ ഇപ്പോഴോ? ഇപ്പോൾ 78.1. ആരാ 10% കുറച്ചത്? നേരത്തെ ഉണ്ടായിരുന്ന സെസ് 10% ഉണ്ടായിരുന്നുള്ളൂ, 21% ആക്കിയതാരാ? കേന്ദ്രത്തിന് 10% അധികം വിഹിതം എടുക്കാൻ പറ്റിയല്ലേ? അതിൽ ഒരു അന്യായം കാണിക്കുന്നില്ലെന്ന് പറയുന്നത് എങ്ങനെയാ? കേരളത്തിന്റെ നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾ കുട്ടിയൊന്നല്ല. ഞാൻ പറയുന്ന ചോദ്യം ഞാൻ പൊളിറ്റിക്കലായിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ എവിടെ എഴുതി വെച്ച മറുപടി പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും പേര് പറയുന്നത് ഇവിടെ ചോദിക്കുന്നത് നിങ്ങളുടെ മണ്ഡലങ്ങൾക്ക് ഉത്തരം പറയാനിരിക്കുന്ന ആൾക്കാരാണോ ഞങ്ങൾ? നിങ്ങൾ വലിയ ബുദ്ധിമാൻ. കൃഷ്ണദാസ് എന്ന് പറയുന്ന ആളല്ലോ കേരളത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ബാക്കി മുഴുവൻ ആളുകൾ മണ്ടന്മാര്. ആയിക്കോട്ടെ, ഞാൻ ചോദിക്കുന്നത് ഇന്ത്യയിൽ ഓഫ് ബജറ്ററി ലോൺ നോട്ട് ചെയ്ത് വെക്കുന്നത്, നോട്ട് ചെയ്ത് വെക്കേ. കൃഷ്ണദാസ്, ഇതൊരു ആരോഗ്യകരമായ ചർച്ചയായി മാറട്ടെ. തർക്കങ്ങളുടെ താങ്കൾക്ക് പറയാനുള്ള സമയം തരും, തീർച്ചയായും തരും. ഇപ്പോൾ പ്രകാശ് മാസ്റ്റർ പറയുകയല്ലേ, അദ്ദേഹം സംസാരിക്കട്ടെ. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തരുത്. നിങ്ങൾ ഒരുപാട് കാര്യം പറഞ്ഞു, തികച്ചും തെറ്റായ കാര്യം. ഞാൻ ഒറ്റ വാക്ക് സംസാരിച്ചിട്ടില്ല, കാരണം മര്യാദയല്ല. ഞാൻ പറയുന്നത് നേരത്തെ 82% ഡിവിസിബിൾ ഉണ്ടായ സ്ഥാനത്ത് 78.1 ആക്കിയതാരാണ്? നരേന്ദ്രമോദി ഗവൺമെന്റ് അല്ലേ? 12% സെസ് വർദ്ധിപ്പിച്ചതാരാ? സ്റ്റേറ്റുകൾ കൊടുക്കേണ്ടതില്ലെന്നുള്ളത് സെസ് വർദ്ധിപ്പിച്ചത്. ഓഫ് ബജറ്ററി ലോൺ ഈ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ലോണിൽ പെടുത്തുമെന്ന് തീരുമാനിച്ചാരാ? ഇന്ത്യയിൽ എവിടെയെങ്കിലും എങ്ങനെയുണ്ടോ? ഇവിടെ പെൻഷൻ ബോർഡ് കടമെടുക്കുന്നു, ഓഫ് ബജറ്ററി ലോണല്ലേ? കിഫ്ബി കടമെടുക്കുന്നു, ഓഫ് ബജറ്ററി ലോണല്ലേ? അതിന്റെ മേലെ 19,600 കോടി ഉറുപ്പ് വെട്ടിക്കുറയ്ക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? കേരളം പോയിരിക്കുന്നത് അതിന്റെ മേലെയാണ്. 293 സെക്ഷൻ 3 കൃത്യമായിട്ട് പറയുന്നുണ്ട്. അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. അതിനെതിരെയാണ് കേരളത്തിലെ ഗവൺമെന്റ് കേസിന് പോയത്. നിങ്ങൾ നിർമ്മലാ സീതാരാമനും BJPയും കോൺഗ്രസും എല്ലാം പറയുന്നു ഒരൊറ്റ പൈസ കൊടുക്കാനില്ല. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു 13,608 കോടി കൊടുക്കണം. ഇപ്പോൾ 22,224 കോടിയെ സംബന്ധിച്ച് ചർച്ച ചെയ്യണം, തീരുമാനമെടുത്ത് വരണം. എന്നിട്ട് സുപ്രീം കോടതി അതിന് മേലെ വിധി പ്രസ്താവിക്കും. തോറ്റ് നാണം കെട്ടിട്ട് ഇവിടെ എന്തെങ്കിലും വർത്തമാനം പറഞ്ഞാൽ ശരിയാകുമോ? ഞാൻ ചോദിക്കട്ടെ, ഏത് കാര്യത്തിലാണ് കേരളം നിങ്ങളെക്കാൾ മോശം? നിങ്ങളുടെ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കേരളത്തിലെ കമ്മിയും പരിശോധിക്കുക. ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റ് ധനക്കമ്മി എത്രയാ? 6.4. കേരളത്തിന് എത്രയാ? 3.5. റവന്യൂ കമ്മി എത്രയാ? നിങ്ങളുടെ 8%, ഞങ്ങളുടെയോ 2.4. നിങ്ങൾ എത്ര എടുക്കുന്നത്? GDPയുടെ 67.7, കേരളമോ 37.7. ഇന്ത്യയിലെ ആവറേജ് എത്രയാ? 58.8. എന്നിട്ട് കേരളം എന്തോ അന്യായമാണ്. കേരള നികുതി വരുമാനം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 3 കൊല്ലക്കാലം നികുതി വരുമാനം എത്രയാ? കണക്കുണ്ടല്ലോ, കൃത്യമായി നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും. ആ കണക്കുകൾ 2021 47,662 കോടി, 21-22 58,341 കോടി, 22.4% അധികം. 22-23 71,968 കോടി. RBI നിങ്ങളുടേതല്ലേ? RBI പറഞ്ഞാൽ ഈ കഴിഞ്ഞ കൊല്ലം 22-23 ഇന്ത്യയിൽ ഏറ്റവും ഏറെ റവന്യൂ വരുമാന വർധന 23,000 കോടി കേരളത്തിലാണ്. 1ാം സ്ഥാനം കേരളത്തിലാണ് വരുമാന വർധന. കടം ഏറ്റവും കുറവാണ് കേരളത്തിൽ. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറവാണ്. പക്ഷേ കേരളത്തോട് ചിറ്റമ്മ നിലപാട് സ്വീകരിക്കണം. എന്തുകൊണ്ട്? നിങ്ങളുടെ ഗവൺമെന്റ് അല്ല ഭരിക്കുന്നത്, നിങ്ങൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റാണ്. അതുകൊണ്ട് കേരളത്തിലെ ധനാഗ മാർഗങ്ങളാകെ തന്നെ മുട്ടിച്ച്
കേരളത്തിൽ ശമ്പളം കൊടുക്കാൻ കഴിയരുത്, കേരളത്തിൽ പെൻഷൻ കൊടുക്കാൻ കഴിയരുത്, വികസനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയരുത്. നിങ്ങളും കോൺഗ്രസും അതിനല്ലേ ശ്രമിക്കുന്നത്, ജനങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട്. അത് അനുവദിക്കില്ല എന്നാണ് സുപ്രീം കോടതി വിധി. നിങ്ങൾ കേന്ദ്രം ചർച്ച ചെയ്തിട്ട് പൈസ കൊടുക്കണം. സുപ്രീം കോടതി പറഞ്ഞു കേന്ദ്രവും സംസ്ഥാനം ഏറ്റുമുട്ടാനുള്ളതല്ല, നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം. തീരുമാനിച്ചു വന്നാൽ ഈ വിഷയത്തിന് മേലെ ഞങ്ങൾ ഒരു വിധി പ്രസ്താവിക്കും. കേസ് സെറ്റിൽ ചെയ്തില്ല. സുപ്രീം കോടതി പറഞ്ഞു കേസ് പിൻവലിക്കാതെ ചർച്ചയില്ല, പണം തരില്ല. എന്താ സുപ്രീം കോടതി പറഞ്ഞത്? കേസ് പിൻവലിക്കേണ്ടതില്ല, ചർച്ച ചെയ്യണം, പണം കൊടുക്കണം. അതിന്റെ തുടർ നടപടി വെള്ളിയാഴ്ച ഉണ്ടാകാൻ പോകുകയാണ്. 11 മണിക്ക് അത്തരത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ചർച്ച നിശ്ചയിച്ചിരിക്കുകയാണ്. വെള്ളിയാഴ്ച വളരെ നിർണായകമാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസ് പ്രതിനിധി റോണി കെ ബേബിയിലേക്കാണ്. ശ്രീ റോണി, ഇന്ന് കേരളത്തിന് വലിയ നേട്ടമുണ്ടാക്കുന്ന ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. 15,000 കോടിയുടെ കാര്യത്തിൽ വളരെ കൃത്യമായ ചർച്ചകൾ നടക്കൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ച ചർച്ച നടക്കാൻ പോകുകയാണ്. കോൺഗ്രസ് നിങ്ങളുടെ അഭിപ്രായം മാറ്റിവെക്കേണ്ടി വരുമോ? കാരണം കേരളം മുന്നോട്ട് വെച്ച അവരുടെ ആശങ്ക, കേരളത്തിന്റെ ആശങ്ക വളരെ കൃത്യമായി സുപ്രീം കോടതിക്ക് ബോധ്യമാകുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. ശ്രീ പ്രകാശൻ മാസ്റ്റർ അദ്ദേഹത്തിന്റെ വാദത്തിനിടയിൽ പറയുണ്ടായി, സുപ്രീം കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാരിനോട് കേരളത്തിനുള്ളത് കൊടുക്കുക എന്നാണ് പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി പറഞ്ഞത് കേരളത്തിന് എന്തുകൊണ്ട് കേന്ദ്രം തരാമെന്ന് പറഞ്ഞത് മേടിച്ചുകൂടെ, ഞാനിവിടെ കേന്ദ്രത്തിന്റെ എടുത്തുകൊണ്ടല്ല സംസാരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ അതിന്റെ സുപ്രീം കോടതിയിൽ നടന്നത്. ഏതൊക്കെയാണ് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, സുപ്രീം കോടതി ജഡ്ജ്മെന്റ് പറയാനും പോകുന്നില്ല. കാരണം അത് ജഡ്ജി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇടക്കാല ഉത്തരവിലേക്ക് സുപ്രീം കോടതി പോകത്തില്ല എന്ന് കഴിഞ്ഞ ഹിയറിംഗിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സുപ്രീം കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ ഇതിനകത്ത് വരുമെന്നതിനകത്ത് സംശയമില്ല. ആ നിരീക്ഷണങ്ങളിൽ വളരെ പ്രസക്തമാകുന്നത് കേരളത്തിന്റെ പബ്ലിക് ഡെപ്റ്റ് കൈവിട്ടു പോകുന്ന, നിയന്ത്രണം വിട്ടുപോകുന്ന കേരളത്തിന് പൊതുകടം. ഇവിടെ പ്രിയപ്പെട്ട പ്രകാശൻ മാസ്റ്റർ കുറെ ഹെൽത്തി ഇൻഡിക്കേറ്റേഴ്സ്, കേരളം ഇത് അല്ലെങ്കിൽ കുറെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ അദ്ദേഹം പറഞ്ഞു 48,000 കോടിയിൽ നിന്ന് നമ്മുടെ റവന്യൂ ഇൻകം 56,000 കോടിയായി, അത് വീണ്ടും കൂടാൻ പോകുന്നു. പക്ഷേ നമ്മൾ ആ പണം മുഴുവൻ എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് വരുന്ന ഇൻകം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന വളർച്ച, സാമ്പത്തിക വളർച്ച ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും ഒരുപക്ഷെ സാമ്പത്തിക വളർച്ചയിൽ കേരളം മുന്നിൽ നിൽക്കുന്നു. പക്ഷെ എങ്കിൽ പോലും നമ്മൾ നേടുന്ന വളർച്ചയ്ക്ക് ആനുപാതികമായിട്ടുള്ള ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, നമ്മൾ എടുക്കുന്ന ഈ പണം മുഴുവൻ, നമ്മൾ സാമ്പത്തിക വളർച്ച പരമായി നമുക്ക് കിട്ടുന്ന പണം മുഴുവൻ, നമ്മൾ പോകുന്നത് മുഴുവൻ ഈ കടത്തിന്റെ റീപേയ്മെന്റിലേക്ക്, നമ്മൾ പബ്ലിക് ഡെപ്റ്റ് വലിയ രീതിയിൽ കൂടുകയാണ്. ഒരു മിനിറ്റ് കൂടി സമയം തന്നു. ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞു ഇവിടെ കേരളം കടം പരിധി കൂട്ടണം എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അങ്ങനെ മുമ്പിൽ കേരളം സുപ്രീം കൊടുത്ത ഹർജിയുടെ പേജ് നമ്പർ 400, ഞാൻ അതിലെ ഒരു സെന്റൻസ് മാത്രം ഞാൻ വായിക്കാം. അത് കേരളം ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. ഇൻ റെസ്പെക്ട് ഓഫ് ദ മാനർ ഇൻ വിച്ച് ദ നെറ്റ് economic ceiling of the plaintiff state, that is Kerala, is compounded and consequently allows plaintiff state to raise borrowings on a net basis for financial year 2023-24 to a full extent 3.5% of the state GDP of the plaintiff state as provided under the Kerala Fiscal Responsibility Act 2003. എന്തായി പറഞ്ഞിരിക്കുന്നത്? 2003 കേരള ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് മാനേജ്മെന്റ് ആക്ട് പ്രകാരം കേരളത്തിന്റെ കടമെടുപ്പ് പരിധി 3.5% 2023-24 ഉയർത്തണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. ഞാൻ കേരളം സുപ്രീം കോടതിയിൽ കൊടുത്ത ഹർജിയിലെ പേജ് നമ്പർ 400 അങ്ങേക്ക് പരിശോധിക്കാം. അപ്പോൾ വളരെ കൃത്യമായി തന്നെ കേരളം എന്താണ് ആവശ്യപ്പെട്ടത് എന്നുള്ളത് ഇതിന്റെ ശരി. അതായത് കേരളത്തിന്റെ പൊതുകടം വർദ്ധിക്കുന്നു എന്ന ആശങ്കയാണ് കോൺഗ്രസ് പങ്കുവെക്കുന്നത്. ശ്രീ ജോർജ് ജോസഫ് വളരെ കുറച്ച് സമയമേ നമ്മുടെ മുന്നിലുള്ളൂ, മറ്റ് അതിഥികളിലേക്ക് കൂടി എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ശ്രീ ജോർജ് ജോസഫ്, കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് 3.5% കടമെടുക്കാൻ കേരളം അത്തരത്തിൽ പൊതുകടം വലിയ രീതിയിൽ ഉയരുകയാണ്, 3.5% കടമെടുക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. എന്താണ്? പക്ഷേ വളരെ കൃത്യമായി നമുക്കറിയാം 3.5% വായ്പ എടുക്കാൻ അനുവാദമുള്ളൊരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും 2.4% തുക മാത്രമാണ് നമ്മൾ കടമെടുക്കുന്നത്. അത്ര വലിയൊരു കടഭാരം, അത്ര വലിയൊരു പൊതുകടം കേരളത്തിനുണ്ട് എന്ന് ചിത്രീകരിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം എങ്ങനെ കാണുന്നു? അല്ല, ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന്റെ പൊതുക്കടം എന്ന് പറയുന്നത് കേരളത്തിന്റെ GSDP-യുടെ എത്ര ശതമാനമാണ്? 38%, 38.39% നമ്മൾ പിടിക്കുക. കേരളത്തിന്റെ GSDP-യുടെ 39% കേരളത്തിന്റെ പൊതുക്കടം എന്ന് പറയുന്നത്. അതേസമയത്ത് കേന്ദ്ര സർക്കാരിന്റെ പൊതുക്കടം രാജ്യത്തിന്റെ മൊത്തം GDP-യുടെ എത്ര ശതമാനമാണ്? 6.4%. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യത്തില് ഇത് 55%, ആവറേജ് എന്ന് പറയുന്നത് 55%.
പഞ്ചാബാണ് ഏറ്റവും കൂടുതൽ ജി എസ് ഡി പി റേഷ്യോയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം. അപ്പോ അങ്ങനെ നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളം എന്തോ ശ്രീലങ്കയായി പോകുന്നു. എങ്ങനെയാണ് ആ രീതിയിലൊക്കെ കേരളത്തെ ചിത്രീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് അങ്ങനെ ഒരു ശ്രീലങ്കയായിട്ട് മാറാൻ കഴിയില്ല. പിന്നെ അങ്ങനെ മാറ്റാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ കടമെടുപ്പ് പരിധി ഉയർത്തണം എന്ന് കേരളം ആവശ്യപ്പെട്ട് കേരളത്തിന് കിട്ടാനുള്ള തോതിലേക്ക് തന്നെ ഉയർത്തണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് പിന്നെ കടമെടുപ്പ് പരിധി ഉയർത്തുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഈ ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട് 2003 പാസ്സാക്കുന്ന സമയത്ത് 3% ഇത് കടമെടുപ്പ് പരിധി എന്നുള്ള രീതിയിലേക്ക് നിശ്ചയിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. പക്ഷെ വാസ്തവത്തിൽ നമ്മളൊന്ന് ആലോചിക്കുക, ഇത് ഉയർത്തണം എന്ന് പൊതുവായി സാമ്പത്തിക വിദഗ്ധരും മറ്റെല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉയർത്തണമെന്ന് ആവശ്യപ്പെടാൻ കാരണം? അതിന്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതായത് സംസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മൊത്തം ചെലവിന്റെ എക്സ്പെൻഡിച്ചറിന്റെ 62% ബെയർ ചെയ്യേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ്. അതേ സമയത്ത് സംസ്ഥാനങ്ങൾക്ക് ഇന്ത്യൻ മൊത്തം റവന്യൂ വരുമാനത്തിന്റെ 37% മാത്രമാണ് ലഭിക്കുന്നത്. അപ്പൊ ഇത് റിസർവ് ബാങ്ക് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യമാണ്. 14-ാം അതിനെ മറിച്ച് വെച്ച് മറ്റൊരു തലത്തിൽ കേരളത്തെ ചിത്രീകരിക്കാനാണ് ശ്രമം നടക്കുന്നത്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത് അടുത്ത വർഷത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ്. അത് അത്ര പെട്ടെന്ന് സാധ്യമാണോ എന്ന ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. മറ്റൊന്ന്, BJP ഇതര സംസ്ഥാനങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ്, കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയൊരു ഊർജ്ജമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേരളം മുൻകൈയെടുത്ത് നടത്തിയ ഈ ഹർജിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയായിരിക്കും രാജ്യവ്യാപകമായി ഇത് സ്വാഗതം ചെയ്യപ്പെടുക? ഇത് BJP ഇതര ഗവൺമെൻറ്റുകളോട് ഭരണഘടനാ വിരുദ്ധമായി കേന്ദ്രം കാണിക്കുന്ന നിലപാടുകൾക്ക് ഏറ്റിട്ടുള്ള ഒരു കടുത്ത അടിയാണ്. കേരളത്തെ സംബന്ധിച്ച് അതിനെ പൂർണ്ണമായും പിന്തുണക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും കേരളത്തോട് ശത്രുതാപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും അതുപോലെ തന്നെ UDF-നും ഏറ്റ ഒരു കനത്ത അടിയാണ്. പിന്നെ പൊതുകടം കൂടുന്നു എന്ന് പറയുന്നത്, പൊതുകടം കൂടണമെങ്കിൽ വരുമാനം കൂടണം. കാരണം വരുമാനത്തിൻ്റെ GSDP-യുടെ നിശ്ചയ ശതമാനത്തിലേ കടമെടുക്കാൻ പറ്റൂ. അപ്പോൾ പൊതുകടം കൂടുന്ന ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ പരിശോധിക്കുമ്പോൾ 2016 UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കേരളത്തിന് നൽകി വന്നിട്ടുള്ള മൊത്തം പണം കേരളത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിന് 45%. ഇപ്പോഴത് ആകെയുള്ളതിൻ്റെ 29% മാത്രമേ ഉള്ളൂ. എത്രമാത്രം കുറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ ധനകാര്യ ആകെ മാറ്റം വരുത്താൻ നിങ്ങൾ പറയുമ്പോൾ ഇവിടെ പറഞ്ഞല്ലോ 64.4% വരുമാനത്തിൽ പിന്നെ കേന്ദ്രത്തിൻ്റെ വരുമാനം, ചെലവിൽ 64.7% സ്റ്റേറ്റുകൾക്കാണ്. ഇതിൽ മാറ്റം ഉണ്ടാവണ്ടേ? അതുപോലെ GST കോമ്പൻസേഷൻ്റെ സെക്കൻഡ് ആരംഭിക്കണം എന്നുള്ള വാദം വന്നിട്ടുണ്ട്. അത് പൊതുവിൽ കോൺഗ്രസ് ഉൾപ്പെടെ അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ആ നിലക്ക് സംസ്ഥാനങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും അത് കൃത്യമായ നിലക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടപെടുകയും വേണമെന്നുള്ളതാണ് ഈ സുപ്രീം കോടതിയിൽ ഞങ്ങൾ ഉന്നയിച്ച കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. 293 സെക്ഷൻ 1 പറയുന്നത് ഈ പറയുന്ന പോലെ സംസ്ഥാന ഗവൺമെൻറ് നിജപ്പെടുത്തിയിരിക്കുന്ന പരിധികൾക്കകത്ത് നിന്നുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള അംഗീകാരം കേന്ദ്രം നൽകണം എന്നുള്ള ഭാഗമാണ്. അത് വെച്ചുകൊണ്ട് തീർപ്പുണ്ടാവണം എന്നാണ് സ്റ്റേറ്റ് ബാധിക്കുന്നത്. അതിൻ്റെ മേലെ കേന്ദ്രത്തിൻ്റെ ചർച്ചയ്ക്ക് ശേഷം തീരുമാനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്. വെള്ളിയാഴ്ച കേരളത്തെയും സംബന്ധിച്ച് അതിനിർണായകമായ ഒരു ദിവസമാകാൻ പോകുകയാണ്. ഇത് നമ്മുടെ യൂട്യൂബ് ലൈവിന്റെ താഴെ ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, കടം പെരുകിയത് UDF കോൺഗ്രസ് ഭരണത്തിലെ അഴിമതികൾ, അവസാനം പാലാരിവട്ടം പാലം ഒരു ഉദാഹരണം. ആ പാലാരിവട്ടം പാലം പുനർനിർമ്മിക്കാൻ കൂടിയാണ് കേരളത്തിന്റെ പൊതുകടം എടുക്കേണ്ടി വന്നത്. അത്തരത്തിൽ കടബാധ്യത കേരളത്തിന് വന്നതിന് UDF-ഉം പങ്കാളിയാണ് എന്നാണ് പ്രേക്ഷകരടക്കം പറയുന്നത്.